വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. നിങ്ങൾ NOSൻ്റെ +2 ഹ്യൂമാനിറ്റീസ് ചെയ്യുന്നവരാണോ? അല്ലെങ്കിൽ അത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട അല്ലെങ്കിൽ പരീക്ഷ എഴുതേണ്ട ഒരു വിഷയമാണ് സോഷ്യോളജി എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് സോഷ്യോളജി എന്നുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു, സോഷ്യോളജി എന്നുള്ളത് നമുക്ക് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമാണ്, അല്ലേ? സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്നുള്ളത്. ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ സോഷ്യോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, എമർജൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ളത് സോഷ്യോളജിയുടെ ഉത്ഭവത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. മറ്റൊന്ന് പടിഞ്ഞാറൻ സോഷ്യോളജിയുടെ വികാസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള സോഷ്യോളജിയുടെ വികാസത്തെക്കുറിച്ചും, മൂന്നാമതായിട്ട് ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ചരിത്രവും സമൂഹശാസ്ത്രവും ഉണ്ടായത് എങ്ങനെ എന്നുള്ളതിൻ്റെ ചരിത്രവും അതിൻ്റെ വികാസവും എന്നിവയെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഈ മെയിനായിട്ട് ഈ ചാപ്റ്റർ വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം സോഷ്യോളജിയിൽ നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. 1835 അഗസ്തേ കോംതെ ആണ് സോഷ്യോളജി എന്ന പദം ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസ് ജർമ്മനി സോഷ്യോളജി വികാസത്തിന് നേതൃത്വം കൊടുത്തവരാണ് എമിലി ഡർക്കീമും മാക്സ് വെബറും എന്നിവർ. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സോഷ്യോളജിയുടെ വികാസം വളരെ വ്യാപിക്കുകയും അങ്ങനെ സോഷ്യോളജി ഏകദേശം 1919 ഇന്ത്യയിൽ ബോംബെയിലാണ് ആദ്യമായി സോഷ്യോളജി വിഭാഗം നിലവിൽ വന്നതും സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് സോഷ്യോളജി എന്നുള്ള ഒരു ഗ്രാമാന്തര വികാസം സോഷ്യോളജിക്ക് നിലവിൽ വരുന്നതും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സോഷ്യോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ്. ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസുകൾ മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ധാരാളം വലിയ ക്വസ്റ്റ്യൻസുകളും ചെറിയ ക്വസ്റ്റ്യൻസുകളും ഉണ്ടെങ്കിലും 1-2 ക്വസ്റ്റ്യൻസുകൾ മാത്രം നമ്മൾ ചെയ്യാം, അല്ലേ? കാരണം നമ്മുടെ എക്സാമിന് വരുന്നത് വളരെ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കാനാകും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സോഷ്യോളജിയുടെ വളർച്ചയെ, അല്ലേ, നമുക്ക് 3 ഘട്ടങ്ങളായിട്ട്, അല്ലേ, എത്ര ഘട്ടങ്ങളായിട്ട് തിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് 1769 മുതൽ 1900 വരെ ഒരു കാലഘട്ടവും, മറ്റത് 1901 മുതൽ 1950 കാലഘട്ടം വരെയും, പിന്നെ അതിനുശേഷമുള്ള കാലഘട്ടങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ 3 കാലഘട്ടങ്ങളുമായിട്ട് നമുക്ക് ഇതിനെ വേർതിരിക്കാൻ പറ്റും. ഒന്ന് സോഷ്യോളജിയുടെ അടിത്തറയാണ് 1769 മുതൽ 1900 വരെയുള്ളത്. മറ്റത് 1901 മുതൽ 1950 കാലഘട്ടം വരെ എന്നുള്ളത് സാമൂഹ്യശാസ്ത്രത്തിന്റെ ഒരു സോഷ്യോളജി എന്നുള്ളത് തൊഴിലായി മാറിയ ഒരു കാലഘട്ടമാണ്. പിന്നീടുള്ളതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം, അല്ലെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ആസൂത്രണം ചെയ്ത വികാസവും മറ്റും സംഭവിച്ച 3 കാലഘട്ടം. ഇങ്ങനെയാണ് ഈ 3 കാലഘട്ടങ്ങൾ വരുന്നത്. ഇനി നമുക്ക് സോഷ്യോളജിയുടെ സോഷ്യോളജിയെ പോലെ തന്നെയുള്ളൊരു മറ്റൊരു ശാസ്ത്രമാണ് നരവംശശാസ്ത്രം, അല്ലെ? അപ്പോൾ എവിടെയാണ് ഇത് വന്നത്, എവിടെയാണ് ഇത് സ്ഥാപിച്ചത്? ഓക്കെ, നമുക്കറിയാം കൊൽക്കത്തയിൽ 1921 നരവംശശാസ്ത്രം സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസുകൾ മാത്രം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻ ബാങ്കുകളുമായിട്ടാണ് നാഷണൽ അക്കാദമി വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ NOSൻ്റെ +2 എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും നാഷണൽ അക്കാദമിയിൽ ഒരു അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.